നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസ നിക്ഷേപത്തിൻ്റെ വ്യാഖ്യാനം 86. എന്നാലും സഭയുടെ ഈ പ്രബോധന അധികാരം ദൈവവചനത്തിന് അതീതമല്ല. അതാണ്, അതിനെ ശുശ്രൂഷ നടത്തുകയാണ് ചെയ്യുന്നത്. പരമ്പരാഗതമായി ലഭിച്ചവ മാത്രമാണ് സഭ തൻ്റെ ഔദ്യോഗിക പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുന്നത്. ദിവ്യകൽപ്പനയാലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലും സഭയുടെ പ്രബോധനാധികാരം ദൈവവചനത്തെ ഭക്തിപൂർവം ശ്രവിക്കുകയും വിശുദ്ധമായി പരിരക്ഷിക്കുകയും വിശ്വസ്തതാപൂർവം വിശദീകരിക്കുകയും ചെയ്യുന്നു. ദൈവാവിഷ്കൃത സത്യങ്ങളെന്ന് വിശ്വസിക്കേണ്ടതിനായി നിർദ്ദേശിക്കപ്പെടുന്നവയെല്ലാം വിശ്വാസത്തിൻ്റെ ഈ ഏക നിക്ഷേപത്തിൽ നിന്നും എടുക്കപ്പെടുന്നവയാണ്. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഡൈവർബം, രണ്ടാം വത്തിക്കാൻ സഭയുടെ പ്രമാണരേഖയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അതിന് മുൻപുള്ള 85 പഠിച്ചു. ലിഖിത രൂപത്തിലോ പാരമ്പര്യത്തിലോ ഉള്ള ദൈവവചനത്തെ അതിനെ ആധികാരികമായി വ്യാഖ്യാനിക്കാനുള്ള ധർമ്മം സഭയുടെ സജീവ പ്രബോധനാധികാരത്തിന് മാത്രമാണുള്ളത്. ഇനി തുടർന്ന് നമ്മൾ പഠിക്കുന്നത്, എന്നാലും സഭയുടെ ഈ പ്രബോധന അധികാരം ദൈവവചനത്തിന് അതീതമല്ല. സഭയുടെ ഈ പ്രബോധന അധികാരം ആ ദൈവവചനത്തെ വ്യാഖ്യാനിനുള്ള അധികാരമുണ്ട്. എന്നാൽ തുടർന്ന് പറയുകയാണ്, അത് ദൈവവചനത്തിന് അതീതമല്ല. അതിന് ശുശ്രൂഷ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഭയുടെ ഏറ്റവും വലിയ ദൗത്യം, അഥവാ സഭയുടെ പ്രഥമമായ ദൗത്യം തന്നെ ശുശ്രൂഷയാണ്. എല്ലാ പിതാക്കന്മാരും വത്തിക്കാൻ കൗൺസിലും എല്ലാം പറയുന്നത് സഭ സ്വഭാവത്തിൽ തന്നെ പ്രേഷിതയാണ്. സഭയുടെ യഥാർത്ഥ ബേസിക് നേച്ചർ പ്രേഷിതത്വമാണ്. സഭ സ്വഭാവത്തിൽ തന്നെ പ്രേഷിതയാണ്. The church exists for mission. സഭയുടെ നിലകൊള്ളുന്നത് തന്നെ, സഭയുടെ ഏറ്റവും പ്രധാന ദൗത്യം സുവിശേഷ വേലയാണ്. സുവിശേഷം അറിയിക്കുക. സുവിശേഷം അതായത് ദൈവവചനത്തിനെ ശുശ്രൂഷിക്കുക. ദൈവവചനത്തെ ശുശ്രൂഷിക്കുക. അപ്പോൾ ഇത് വലിയൊരു പോയിൻ്റായിട്ട് ഇപ്പോൾ നമുക്ക് വരികയാണ്. ശുശ്രൂഷ എന്താ നമ്മുടെ ശുശ്രൂഷ? സഭയുടെ ഈ പ്രബോധന അധികാരം ദൈവവചനത്തിന് അതീതമല്ല. അപ്പോൾ ദൈവവചനത്തെ നമ്മൾ എങ്ങനെ കാണണം? ഈ സഭയുടെ എല്ലാ അധികാരികളും പരിശുദ്ധാത്മ നിവേശിതമായി ദൈവവചനത്തെ ശുശ്രൂഷ നടത്തിയാണ് ചെയ്യുന്നത്. പരമ്പരാഗതമായി ലഭിച്ചവ മാത്രമാണ് സഭ തൻ്റെ ഔദ്യോഗിക പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുന്നത്. പരമ്പരാഗതമായി ലഭിച്ചവ എന്ന് പറഞ്ഞാൽ ഈ ലിഖിതമായി നമുക്ക് ലഭിച്ച ദൈവവചനത്തിലില്ലാത്തത്, എന്നാൽ അപ്പസ്തോലന്മാരോട് മുഖാമുഖം വെർബലായി ഈശോയും പരിശുദ്ധാത്മാവും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ബൈബിളിൽ എഴുതിയിരിക്കുന്നതിൽ ഉപരിയായി വളരെയധികം കാര്യങ്ങൾ സഭയുടെ പ്രബോധനത്തിലുണ്ട്. ബൈബിള് മാത്രമല്ല,
അഥവാ വിശുദ്ധ ലിഖിതം, എഴുതപ്പെട്ട ലിഖിതം മാത്രമല്ല. അപ്പം അതിന് ഒരു ലളിതമായൊരു ഉദാഹരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനം യോഹന്നാൻ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനം 21-25 യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നല്ല ഒരു പോയിന്റ് ഇതാണ്. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഇപ്പോൾ 21, 22 അല്ലെങ്കിൽ 21, 13 മുതൽ 21 വരെ, 13 മുതൽ 21, 13-ാം അധ്യായം ശിഷ്യന്മാരുടെ പാദം കഴുകുന്നു ഉണ്ടോ, അന്ത്യത്താഴവേള 13, 1, 14, 2, 15, 3, 16, 4, 17, 5, 18, 6. ഈ 6 അധ്യായവും ആ ഒരു സായാഹ്നത്തിലെയാണ്. കാലുകഴുകൽ കഴിഞ്ഞ് രാത്രി യേശു അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദുഃഖവെള്ളിയാഴ്ചയായി 6, 7, മരണം 8, ഉയർപ്പ് 9. ഈ 9 അധ്യായങ്ങളും 3 ദിവസത്തെ കാര്യമാണ്. 3 ദിവസത്തെ 9 അധ്യായങ്ങൾ. അപ്പോൾ 21 അധ്യായങ്ങളിൽ 9 അധ്യായങ്ങളും യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ 3 ദിവസത്തെ കാര്യങ്ങളാണ്. അപ്പോൾ യോഹന്നാൻ പറഞ്ഞത് വെച്ച് നോക്കി, യേശു ചെയ്ത മറ്റ് പല കാര്യങ്ങളും മുഴുവനും എഴുതുമായിരുന്നെങ്കിൽ എന്തോരം എഴുതണമായിരുന്നു. 21 അധ്യായങ്ങളിലെ അവസാനത്തെ 9 അധ്യായങ്ങൾ വെറും 3 ദിവസത്തെ കാര്യമാണ്. 3 ദിവസത്തെ. അപ്പം വാസ്തവത്തിൽ ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ഇതാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം അപ്പസ്തോലന്മാരുടെ കൂടെ ഉണ്ടുറങ്ങി അവരെ പഠിപ്പിച്ചും അവരോട് കൂടെ വിശുദ്ധ കുർബാന അർപ്പിച്ചും എല്ലാം ആയിരുന്ന ആ സമയത്ത് എന്തൊക്കെയാണ് ഈശോ അവരെ പഠിപ്പിച്ചത്? ഇത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് റീകളക്ട് ചെയ്യണം. പരിശുദ്ധാത്മാവെ നിനക്കേ അറിയുള്ളൂ. പാരമ്പര്യങ്ങളിൽ കുറച്ചൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഭാവനയിൽ കാണുകയാണ്. ഈ ഭാവന എൻ്റെ അടുത്ത ഒരു അനിമേഷൻ ഫിലിമിൽ അതിനുവേണ്ടി സമയത്തിൻ്റെ തികവിൽ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണ്. അനിമേഷനിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഉയർത്തെഴുന്നേറ്റ ഈശോയും അപ്പസ്തോലന്മാരും കൂടി ഇരിക്കണം. അപ്പോൾ അവർ സംസാരിക്കണ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ സംസാരിക്കണേ? അപ്പോൾ ഈശോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈശോയുടെ കയ്യിൽ ആ ആണി അടയാളമുണ്ട്. ആണി അടിച്ചതിൻ്റെ അടയാളം ഈശോയുടെ കയ്യിലുണ്ട്. അപ്പസ്തോലന്മാർക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. അവരൊക്കെ നോക്കിയിട്ട് അവരൊക്കെ ആനന്ദിക്കുകയും അതേ സമയത്ത് ആ പഴയ രംഗം മനസ്സിലേക്ക് വന്നിട്ട് പത്രോസ് പോയിട്ട് പതുക്കനൊന്ന് തൊട്ട് നോക്കിയാണ്, ഒന്ന് തൊടണം ആ ഉയർത്തെഴുന്നേറ്റ ശരീരത്തെ. അപ്പോൾ ഈശോ പറയാണ്, തൊട്ടോ, പിടിച്ചു നോക്കിക്കോ. അവർക്കങ്ങ് എന്നിട്ട് അവരുടെ വികാരങ്ങളും അവരുടെ സംസാരങ്ങളൊക്കെയാണ്. അപ്പോൾ 3 ദിവസം മുമ്പ് ഈ യേശുവിനെ ഇത്ര ഭയാനകമായി പീഡിപ്പിച്ച് അടിച്ച് മേലെല്ലാം മുറിവേറ്റ് നഗ്നനാക്കി കുരിശിൽ തൂക്കി കൊന്നു കുഴിച്ചിട്ടു.
ആ യേശുവാണ്, ആ മരിച്ച് മരണത്തെ വിജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവാണ് അവരുടെ മുമ്പിൽ വന്നിരിക്കുന്നതും അവരോട് സംസാരിക്കുന്നതും. ഞാൻ പറയാണ്, ഇതാണ് ഏറ്റവും വലിയ സുവിശേഷം. ഈ മരിച്ച് കുഴിയിൽ അടക്കിയ ആ യേശുവിൻ്റെ ശരീരം എങ്ങനെ ഇതുപോലെയായി? അപ്പോൾ എൻ്റെ ഭാവനയിൽ ഇങ്ങനെ കാണുകയാണ്, അപ്പോസ്തലന്മാർ, യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ മുട്ടിയിരിക്കുകയാണ്. എൻ്റെ ഈശോയേ, എൻ്റെ ചിപ്പിക്കുട്ടാ, എൻ്റെ ചക്കരേ, ഇങ്ങനെ സ്നേഹം. ഭാഷ വേറെയാണ്, ആ സ്നേഹത്തിൻ്റെ ഭാഷ വേറെയാണ്, കംപ്ലീറ്റ് വേറെയാണ്. അപ്പോൾ അവരിങ്ങനെ ചോദിക്കായിരിക്കും, ഈശോയെ അവർ കുരിശിൽ ഈശോ മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങയെ അവരെ കുഴിയിൽ അടക്കിയല്ലോ, എന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടെ എന്താ സംഭവിച്ചത്? അങ്ങയുടെ ദൈവീക ജീവൻ അതറിയാലോ. അങ്ങ് ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ ആ ദൈവീക ജീവൻ ഇതറിയാലോ. അതിൻ്റെ ഒരാശയം, ചില കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് പറഞ്ഞേ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു വചനം വരികയാണ്, യോഹന്നാൻ 10:18. യോഹന്നാൻ 10:18 ഈശോ പറഞ്ഞിരുന്നു മുൻപേ തന്നെ, അവരെന്നെ 17 മുതൽ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി, കണ്ടോ, തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്നത് പിടിച്ചെടുക്കുകയില്ല. ഞാനത് സ്വമനസ്സാ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. അത് സമർപ്പിക്കാനും എന്ന് പറഞ്ഞാൽ എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ. മരണത്തിന് വിട്ടുകൊടുക്കണ നേരത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അധികാരമുണ്ട്, അവരെന്നെ കൊല്ലട്ടെ, എൻ്റെ ശരീരം മരിക്കും, എന്നാൽ ഞാൻ ദൈവമാണ്. ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? ജീവന്റെ ഉറവിടമായ ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? അപ്പൊ എന്തിനെ അവർ കൊന്നത്? എന്താ മരിച്ചത്? അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ. ഞാൻ ജീവൻ അർപ്പിക്കുന്നത് തന്നെ ഉയർക്കാൻ വേണ്ടിയിട്ടാണ്, തിരിച്ചെടുക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ മറ്റേ വചനം വെച്ച് നോക്കിയാൽ മതി. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനുമാണ്. ജീവനും പുനരുത്ഥാനവും എന്നല്ല പറയുന്നത്, പുനരുത്ഥാനം ചെയ്ത ജീവനും. പക്ഷേ പുനരുത്ഥാനം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? പുനരുത്ഥാനം ഉണ്ടാകണമെങ്കിൽ മരിക്കണം. അതാണ് മരിക്കാൻ, പുനരുത്ഥാനം തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതൊരാശയം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ഈശോയുടെ സഭ തൻ്റെ ഔദ്യോഗിക പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുന്നത്? അപ്പോൾ രണ്ട് തരത്തിലുള്ള പഠനം നമുക്കിവിടെ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഒന്ന് വചനത്തിന് അതീതമല്ല, അതിന് ശുശ്രൂഷ നടത്തുകയാണ്. ഈശോ തന്നെ മുഖാമുഖം പറഞ്ഞിട്ടുള്ള ആ വചനങ്ങൾക്ക്
ശുശ്രൂഷ ചെയ്യാൻ. ഇപ്പം ഈശോ പറഞ്ഞു, ഞാൻ അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. യോഹന്നാൻ 8:56. എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. എന്താ ഇതിൻ്റെ അർത്ഥം? എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ, എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ ഇവർ യഹൂദർ, ഞങ്ങളുടെ പിതാവ് അബ്രാഹം, അത്ര വരെ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. ദൈവത്തെ പിതാവായിട്ട് കാണാനോ, ആ ദൈവപിതാവ് ഈ അവർക്കറിയാവുന്ന പഴയ നിയമ പ്രബോധനങ്ങളിൽ നിറഞ്ഞ് എഴുതിയിരിക്കുന്ന ഈ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചോ രക്ഷകൻ്റെ വരവിനെക്കുറിച്ചോ എല്ലാം പറഞ്ഞിട്ടും അതിന് സമയമായി എന്നറിഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല. ഈ കൂടെ ഇരിക്കുന്ന ആൾ ദൈവം തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ ഞങ്ങളുടെ പിതാവ് അബ്രാഹമാണ്, ഞങ്ങൾക്ക് നിയമം തന്ന മോശയാണ്, അത് വിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈശോ പറയാണ്, നിങ്ങളുടെ പിതാവായ അബ്രാഹം എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു, എന്നെ കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു. ഈ വചനത്തെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് പഠിക്കണം. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. എന്നെ കണ്ടു എന്ന്. അബ്രാഹം എന്നെ കണ്ടു, ആനന്ദിച്ചു. അതല്ലേ? അത് കേട്ടപ്പോൾ ഇവർക്കുണ്ടാകണ അവസ്ഥ അവർ പറയാണ്. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്ക് ഇനി 50 വയസ്സ് പോലും ആയിട്ടില്ല, എന്നിട്ട് നീ അബ്രാഹത്തെ കണ്ടുവെന്നോ? അതാണ് വചനത്തിനെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈ വചനത്തിനെ ഒന്ന് ശുശ്രൂഷിച്ചേ, ഈ വചനത്തിനെ ഒന്ന് ശുശ്രൂഷിച്ചേ. ആ അബ്രാഹത്തിന് അപ്പോഴാണ് ഈ വചനം പറയുകയാണ്. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. കേട്ടോ, പ്രസൻറ്റ് ടെൻസിലാണ് പറഞ്ഞത്. ബിഫോർ അബ്രഹാം കെയിം ടു ബി, ഐ ആം. അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. ഈ വചനത്തിനെ ഒന്ന് ശുശ്രൂഷിച്ചേ. അപ്പോൾ ഇങ്ങനെ ഈ വചനത്തിനെ അങ്ങ് ആരാധിക്കൂ. ദൈവമേ, നമ്മൾ ഈ കേൾക്കുന്ന വചനം അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്, ഞാനുണ്ട്, ഞാനുണ്ട്. അപ്പോൾ അവരുടെ സകല കൺട്രോളും വിട്ടു. അവരവനെ കല്ലെറിയാൻ കല്ലുകളെടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞു, ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. കണ്ടോ, പെട്ടെന്ന് യേശു ടക്കെന്ന് അവിടുന്ന് മാറിക്കളഞ്ഞു. കാരണം സമയമായിട്ടില്ല. അങ്ങനെ കല്ലെറിഞ്ഞ് പോരാ. അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടാൽ പോരാ, കൃത്യസമയമാകണം. ഞാൻ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് എൻ്റെ ജീവനെ സമർപ്പിക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം പറയുന്നത് ദൈവവചനത്തെ ശുശ്രൂഷിക്കുക. ഇത് കുറേ ദിവസമായി എൻ്റെ അകത്ത് ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നൊരു വചനമാണ്. എങ്ങനെയാണ് ഈശോ അബ്രാഹത്തെ കണ്ടത്? എങ്ങനെയാണ് അബ്രാഹം ഈശോയെ കണ്ടത്? എങ്ങനെയാണ് അബ്രാഹം ഈശോയെ കണ്ടത്? അപ്പോൾ അതിനെ ആ ശുശ്രൂഷിക്കലിൽ ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ഒരു ചെറിയ ഭാഗം എടുക്കുകയാണെങ്കിൽ ഉൽപ്പത്തി ഉണ്ടോ? ഉൽപ്പത്തി. അപ്പോൾ അബ്രാഹം എന്നും അതിലുണ്ട് നമ്മുടെ ബൈബിളിനെ സംബന്ധിച്ച്. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ കണ്ടോ, ഉൽപ്പത്തി 12-ാം അധ്യായം. അപ്പോൾ ഈശോ പറയാണ്, അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ട്. അപ്പോൾ ഉൽപ്പത്തിക്ക് മുൻപേ ഉണ്ട് ഈശോ. അതാണ് ഈശോ തന്നെ പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുൻപ് മുതൽ ഞാനുണ്ട്. അതാണ് യോഹന്നാൻ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവമായിരുന്നു,
വചനം ദൈവമാകുന്നു. അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഒരു പോയിന്റ് വരികയാണ്. അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ട്. ഇനി അടുത്ത പടി പറയും, ഇപ്പം ഇവർ അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ് എന്ന് പറയണതുകൊണ്ടാണ്. ഇനി ഇപ്പോൾ വേറൊരു കൂട്ടർ പറയുകയാണ്, ഇല്ല ഈശോയെ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഈശോ പറയും, ആ പിതാവിനോടൊപ്പം ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് ഞാനുണ്ട് എന്നല്ലേ പറയുള്ളൂ. ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് ഞാനുണ്ട്. അപ്പോൾ നമ്മൾ ഈശോയെ ആ നസ്രായനായ ഈശോ ആയിട്ട് കാണുന്നു. നസ്രസിലെ ഒരു ചാളയിൽ എന്നാണ് ചിലർ പറയുന്നത്. ചാള എന്ന് പറഞ്ഞാൽ വളരെ പുറമ്പോക്ക് സ്ഥലം. റോമാ നഗരത്തിൻ്റെ ഒരു ഭാഗമാണ് നസ്രത്ത്. റോമാ നഗരത്തിൻ്റെ ആ രാജകീയ പ്രൗഢിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ നസ്രത്ത് ഒരു ചാള പോലെയാണ്, ഒരു പുറമ്പോക്ക്. അങ്ങനെ ഒരു പുറമ്പോക്കിൽ, ഒരു സാധാരണ കുടിലിൽ ഒരു മരപ്പണിക്കാരൻ ആശാരി ഔസേപ്പിൻ്റെ വീട്ടിലെ മകനായിട്ട് അദ്ദേഹം അവിടെ വളരെ താഴ്ന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കണോ. എന്നാൽ ഈ ആളാണ് ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. ഈ ആൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴും മറ്റൊരു വശത്ത് ഈ പരിപാലനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. മാതാവും ഔസേപ്പിതാവും ശിശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നുള്ളത് നമ്മൾ കൊന്തയിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ ഹെറോദേസ് കുഞ്ഞിനെ കൊല്ലും എന്ന് കേട്ടിട്ട് അവരങ്ങോട്ട് പോയി ഭയപ്പെട്ടു പോയ മാതിരിയാണ്. അതങ്ങനെ ഭയപ്പെട്ടു പോയൊരു പോക്കല്ല. രാജാവായ സൃഷ്ടാവായ യേശുവിന്, ഈ രാജാവിന് ഭയപ്പെടേണ്ട എന്താവശ്യം? ഇതുപോലെ തന്നെ യോഹന്നാൻ മൗന്താന ഉണ്ടായിരുന്നല്ലോ. യോഹന്നാൻ മൗന്താനയുടെ അമ്മയപ്പനും അവരെ കൊണ്ട് പോയില്ലല്ലോ. അതിന് മറുവശം ഇതാണ്. ആ ഈശോ രക്ഷാകര പദ്ധതിയിൽ തൻ്റെ ജനമായ ഇസ്രായേൽ 400 സംവത്സരം അനുഭവിച്ച ഭയാനകമായ അടിമത്വത്തിൻ്റെ വേദനയിൽ പങ്കുകൊള്ളാൻ വേണ്ടി ഈജിപ്തിലേക്ക് പോയി എന്നാണ്. എന്നിട്ട് അവിടുന്ന് ആ അടിമത്വത്തിൽ നിന്ന് അവർ വിജയത്തിലേക്ക് കടന്നു വന്ന പോലെ യേശു വീണ്ടും ജെറുസലേമിലേക്ക് വരുന്നു. അപ്പോൾ വചനത്തെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ വന്ന ഒരു ആവേശമാണിത്. അതങ്ങ് തീരട്ടെ. അപ്പോൾ അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്, അവൻ എന്നെ കണ്ടു, അവൻ എന്നെ കണ്ട് ആനന്ദിച്ചു എന്നെല്ലാം പറയുമ്പോൾ ആരാണത്? ആദിമേം ശബ്ദ ഥ. ഹിന്ദി ബൈബിൾ. ആദിമേം ശബ്ദ ഥ. ശബ്ദ ഈശ്വർ കെ സാത്ത് ഥ, ശബ്ദ ഈശ്വർ ഹി ഥ. ഇനി ആ ശബ്ദമായിട്ട് എടുക്കുക. അപ്പോൾ ഈ ആദിയിൽ ഉണ്ടായതും പിതാവിനോടൊപ്പമായിരുന്നതും പിതാവിൻ്റെ സത്വത്തനിമയായിരുന്നതും പിതാവിനോടൊപ്പം കോൺസബ്സ്റ്റാൻഷ്യലായിട്ട് പിതാവിൻ്റെ സത്തയിൽ ഒന്നായിരുന്ന ആ വചനമാകുന്ന ഈശോ ശബ്ദമായിട്ടുണ്ടായിരുന്നു. ആ ശബ്ദമാണ് 12-ാം അധ്യായത്തിൽ പറയുന്നത്. കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, അബ്രാഹാം ഈശോയെ കണ്ടുമുട്ടിയത് അവിടെയാണ്. ഐ ബ്ലസ് യു, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഉത്ഭവപാപം മൂലം വ്രണിതമായ മനുഷ്യനാണ് അബ്രാഹവും. എങ്കിലും ഇപ്പോൾ
ആ ഉത്ഭവഭാവത്തെ എല്ലാം വെട്ടിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതരാകും. അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അനുഗ്രഹമുണ്ട്. ഞാനാകുന്നു അനുഗ്രഹം. ഞാൻ അനുഗ്രഹം മാത്രമാണ്. എന്നിൽ നിന്ന് അനുഗ്രഹമല്ലാതെ മറ്റൊന്നും വരില്ല. ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി അബ്രാഹം കോണ്ടാക്റ്റായി. ആരാണ് ശബ്ദം? എബ്രാം, ആരാണ്? ഞാൻ നിന്റെ ദൈവമാകുന്നു. അപ്പോൾ ഞാൻ ഇത്രയും, ഇനി ബാക്കിയുള്ളതെല്ലാം ആ കണക്ഷനിൽ നമ്മൾ നോക്കിക്കോ, എന്തെല്ലാം അബ്രാഹം കേൾക്കുന്നോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മോശയായാലും, ഇതുപോലെ തന്നെയാണ് നോഹ ആയാലും, ഇതുപോലെ തന്നെയാണ് എല്ലാ പ്രവാചകന്മാരായാലും. അവരോടെല്ലാം സംസാരിച്ചതും അവർ കേട്ട ശബ്ദം, ആദിയിലുണ്ടായ ശബ്ദം. ഞാൻ അബ്രാഹത്തിന് ഉണ്ടാവുന്നതിന് മുമ്പ് ഞാനുണ്ട്. അബ്രാഹം എന്നെ കണ്ട് ആനന്ദിച്ചു. ഇനി ഈ ഒരു ഫിനോമിനോളജി, ഈ ഒരു ഫിനോമിന നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പം കൊണ്ടുപോവാ. അബ്രാഹത്തിന് കാണിച്ചു കൊടുത്ത നക്ഷത്രമാണ് നമ്മളെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമ്മൾ ആരായി മാറിയിരിക്കുന്നു? അബ്രാഹത്തിൻ്റെ സന്തതികളും അബ്രാഹത്തിനോട് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ അവകാശികളുമായിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ പറയാനിടയായത് ഈ ഒറ്റ കാര്യത്തിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്താണ്? സഭയുടെ ഈ പ്രബോധന അധികാരം ദൈവവചനത്തിന് അതീതമല്ല, അതിന് ശുശ്രൂഷ നടത്തുകയാണ് ചെയ്യുന്നത്. ദൈവവചനത്തിന് ശുശ്രൂഷ നടത്തുകയാണ് ചെയ്യുന്നത്. ദൈവവചനത്തിന് ശുശ്രൂഷ നടത്തുക. അപ്പോൾ ദൈവവചനത്തെ ശുശ്രൂഷ നടത്തുക. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് ആരാധനയാണ്. ആരാധന, സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹിക്കുക, ആരാധിക്കുക, ആ ജ്ഞാനത്തെ നമ്മളിലേക്ക് പകരുക. ആ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പരക്കുന്ന പ്രകാശത്തിൽ നമ്മൾ ആനന്ദിക്കുക. ആ വചനം ഒരു വ്യക്തിയാണ്. ആ വചനം ഒരു വ്യക്തിയാണ്. അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവമായിരുന്നു. അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. ആ വചനമാകുന്ന അവൻ. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ അതാണ് വചനത്തെ ശുശ്രൂഷിക്കുക. തുടർന്ന് പരമ്പരാഗതമായി ലഭിച്ചവ മാത്രമാണ് സഭ തൻ്റെ ഔദ്യോഗിക പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുന്നത്. പരമ്പരാഗതമായി, അതായത് പാരമ്പര്യത്തിൽ, വിശുദ്ധ പാരമ്പര്യം, ദിവ്യ കൽപ്പനയാലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലും സഭയുടെ പ്രബോധന അധികാരം ദൈവവചനത്തെ കണ്ടോ ഭക്തിപൂർവം ദൈവവചനത്തോടുള്ള ഭക്തിപൂർവം ശ്രവിക്കുകയും, ദൈവവചനത്തെ എങ്ങനെയാണ് ദൈവവചനത്തിനോട് ഭക്തി ഉണ്ടാകുന്നത്? ഇപ്പം ഇത്ര നമ്മൾ കേട്ടതിലൂടെ നമുക്ക് ദൈവവചനത്തോടുള്ള ഭക്തി, എന്തോരം ഭക്തി തോന്നുന്നു ഇല്ലേ? അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ട്. അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അതായത് ഉൽപ്പത്തി 12 അപ്പോൾ ഇനി അതിന് മുമ്പ് 10-11 അധ്യായമുള്ളൂ. അതിനു മുമ്പ് ഞാനുണ്ട്. വേണമെങ്കിൽ പറയാം,
ആദം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. ആദം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. ഞാനാണ് ആദത്തെ സൃഷ്ടിച്ചതും ആദത്തോട് സംസാരിച്ചതും. അവർ പാപം ചെയ്യണ സമയത്തും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവവചനത്തെ ഭക്തിപൂർവം ശ്രവിക്കുകയും വിശുദ്ധമായി പരിരക്ഷിക്കുകയും വിശ്വസ്തതാപൂർവം വിശദീകരിക്കുകയും ചെയ്യുന്നു. അതാണ് ദൈവാവിഷ്കൃത സത്യങ്ങളെന്ന് വിശ്വസിക്കേണ്ടതിനായി ദൈവാവിഷ്കൃത സത്യങ്ങൾ അതാണ് ഡിവൈൻ റെവലേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ച ഒന്നാണ് ദൈവാവിഷ്കരണം. ഇവിടെ പറയുന്നുണ്ട്, ദൈവം തൻ്റെ വെളിപാടുകളും തന്നെയും നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു, നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ദൈവാവിഷ്കൃത സത്യങ്ങൾ, ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ള ദൈവിക സത്യങ്ങൾ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡോഗ്മ എന്ന് പറയുന്നത്. വിശ്വാസ സത്യങ്ങൾ വിശ്വസിക്കേണ്ടതിനായി നിർദ്ദേശിക്കപ്പെടുന്നവയെല്ലാം വിശ്വാസത്തിൻ്റെ ഏക നിക്ഷേപത്തിൽ നിന്ന് എടുക്കപ്പെടുന്നവയാണ്. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത് ദൈവവചനവും ഈ പാരമ്പര്യവും ഒന്നിച്ചുള്ളതാണ്. ഇനി ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന 688 ഖണ്ഡികയിലേക്ക് നമ്മൾ പോവുകയാണ്. 688 അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ ജീവിക്കുന്ന കൂട്ടായ്മയും. ഇതിൽ 1, 2, 3, 4, 5, 6, 7, 8 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിട്ട്. അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ ജീവിക്കുന്ന കൂട്ടായ്മയും പ്രസ്തുത വിശ്വാസത്തെ പകർന്നു കൊടുക്കുന്നവളുമായ സഭയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ അറിയാനുള്ള വേദി. അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ ജീവിക്കുന്ന കൂട്ടായ്മയും പ്രസ്തുത വിശ്വാസത്തെ പകർന്നു കൊടുക്കുന്നവളുമായ സഭയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ അറിയാനുള്ള വേദി. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളിലേക്ക് ഈ രഹസ്യങ്ങളെല്ലാം പകർന്നു തരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആദ്യം മുതലേ ഉണ്ട്, ദൈവത്തോടൊപ്പം ഉണ്ട്. എന്നാൽ അത് കൂടുതൽ ആവിഷ്കൃതമായി പരസ്യമായി അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ പ്രകടമായി അനുഭവിച്ചു. അപ്പോഴാണ് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ ആ ജ്വലനം ഉണ്ടായത്. ശരിക്കും ശിഷ്യത്വം. യേശു 3 വർഷം അവരെ ട്രെയിനിങ് എല്ലാം കൊടുത്തു. ഓൺ സൈറ്റ് ട്രെയിനിങ്, അവരോടൊപ്പം അക്കംപാനിയിങ് ട്രെയിനിങ്, വെർച്വൽ അല്ല, ഡയറക്റ്റ്. 3 വർഷം. എന്നിട്ട് എന്തുണ്ടായി? എല്ലാവരും ഓടിക്കളഞ്ഞു. ഈശോയുടെ പീഡാനുഭവം വന്നപ്പോൾ എല്ലാവരും ഓടിക്കളഞ്ഞു. അത് അവരുടെ തെറ്റല്ല. അതായത് ആ ട്രെയിനിങ് പൂർത്തിയായിട്ടില്ല. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ മരിക്കും, ഉയർത്തെഴുന്നേൽക്കും, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെ അവൻ അപലപിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിക്കുക. എന്തുകൊണ്ടാണ്? ഈശോ പറഞ്ഞു, നിങ്ങൾ പോകരുത്, ഇപ്പോൾ പോകരുത്. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി പരിശുദ്ധാത്മാവ് വരുന്നത് വരെ നിങ്ങൾ പോകരുത്. 3 വർഷം യേശുവിൻ്റെ സാത്ത് രേക്കർ ട്രെയിനിങ് കൊടുത്തിട്ട് എല്ലാവരും ചിതറിപ്പോയി. കുറ്റമല്ല കേട്ടോ. അതായത് പൂർണ്ണമായിട്ടില്ല ട്രെയിനിങ്. ഉയർത്തെഴുന്നേറ്റിട്ടും പൂർണ്ണമായിട്ടില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ 40 ദിവസം കണ്ടിട്ടും പൂർണ്ണമായിട്ടില്ല. എന്നിട്ട് സ്വർഗാരോഹണ സമയത്ത് ഈശോ പറയാണ്,
ഞാൻ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ അയക്കുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി, പരിശുദ്ധാത്മാവ് വരുന്നത് വരെ നിങ്ങൾ പട്ടണം വിട്ടു പോകരുത്. ഇതൊക്കെ നമ്മുടെ ഈ അടുത്ത ക്ലാസ്സിനുള്ളതാണ്. ഇത് നമ്മുടെ ശിഷ്യത്വ പരിശീലനത്തിൻ്റെ ആണിത്. അങ്ങനെ അവിടെയാണ് ട്രെയിനിങ്ങിൻ്റെ പൂർണ്ണത. അവിടെ അവർ നല്ല രസമാണ്. 49 അടുത്ത വചനം എന്താ എഴുതിയിരിക്കണേ? ലൂക്കായുടെ സുവിശേഷം അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വളരെ മനോഹരമായ ഒരു പ്രഖ്യാപനത്തിലാണ് ലൂക്കായുടെ സുവിശേഷം അവസാനിക്കുന്നത്. വളരെ മനോഹരമാണ്. അതൊന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ ശരിക്കൊരു കോവിഡ് പ്രോട്ടോക്കോളാണ് ചെയ്തത്. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ലോക്ക്ഡൗണിലിരുന്നു. സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ദേവാലയം വിട്ടു പോകാതെ അവർ സദാസമയം അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം. അപ്പം അവരെന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അങ്ങനെ അവർ ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അതോടെ അവരുടെ സ്വഭാവം മാറി. ആ ഒരു വേലക്കാരിയുടെ മുമ്പിൽ പോലും യേശുവിന് സാക്ഷ്യം കൊടുക്കാൻ സാധിക്കാതിരുന്ന ശിഷ്യൻ, അപ്പസ്തോലൻ, എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ 10,000-കണക്കിന് ആളുകളുടെ മുമ്പിൽ അതിശക്തിയോടെ പ്രഘോഷിക്കാൻ തുടങ്ങി. അപ്പോൾ ട്രെയിനിങ്ങിൽ കിട്ടിയ പഠനമോ മനസ്സിലാക്കലോ ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് പരിശുദ്ധാത്മാഭിഷേകമില്ലെങ്കിൽ പ്രയോജനമുണ്ടോ? എല്ലാം. അപ്പോൾ ഇവിടെ 658 ഈ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കണം. അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ കണ്ടോ. അപ്പോൾ അപ്പസ്തോലന്മാരുടെ വിശ്വാസം ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു അവരുടെ വിശ്വാസം? ഈശോ തന്നെ പറഞ്ഞു, അവരുടെ വിശ്വാസരാഹിത്യത്തെ അവർ അപലപിച്ചു. മരിച്ചുയർത്തെഴുന്നേറ്റ ഈശോയെ കണ്ടിട്ട് പോലും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുറ്റം പറയല്ല, കാരണം ആ ഫൈനൽ പോയിന്റ് വന്നിട്ടില്ല. അവരെ ഡിസ്മിസ് ചെയ്യേണ്ടവരായിരുന്നില്ലേ? പക്ഷേ ഈശോ അവരെ ഡിസ്മിസ് ചെയ്തില്ല, അവരയക്കുകയാണ്. കാരണം ഈ അയക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവരിൽ വരും. അയച്ചിട്ട് പറയാണ്, പക്ഷെ നിങ്ങൾ പോകരുത്, അയക്കൽ കിട്ടിയെങ്കിലും നിങ്ങൾ പോകരുത്, നിങ്ങൾ പരിശുദ്ധാത്മാവ് വരും. അപ്പോൾ അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ ജീവിക്കുന്ന കൂട്ടായ്മയും പ്രസ്തുത വിശ്വാസത്തെ പകർന്നു കൊടുക്കുന്നവളുമായ സഭയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ അറിയാനുള്ള വേദി. അപ്പോൾ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ സഭയിലേക്ക് വന്നു. സഭ അവിടെ ആരംഭിച്ചു. നമ്മൾ വിചാരിക്കരുത് അവിടെ ആ അപ്പർ റൂമിൽ കൂടിയിരുന്ന 120 പേരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്. സഭയിലേക്ക് വന്നു. അവിടുന്ന് പ്രചോദിപ്പിച്ച വിശുദ്ധ ലിഖിതങ്ങൾ. ആരെ? പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച വിശുദ്ധ ലിഖിതങ്ങളിൽ സഭാപിതാക്കന്മാർ യഥാർത്ഥത്തിൽ എന്നും സാക്ഷ്യം വഹിച്ചുള്ള പാരമ്പര്യത്തിൽ. അപ്പോൾ സഭാപിതാക്കന്മാർ അവർ ഈ വിശുദ്ധ ലിഖിതങ്ങൾക്കുപരിയായിട്ടുള്ള ആ പാരമ്പര്യം, അവരാണ് അതിൻ്റെ ആദ്യത്തെ വക്താക്കൾ. കാരണം ഈശോ മുഖാമുഖം അപ്പസ്തോലന്മാരോട് സംസാരിച്ച കാര്യങ്ങൾ അപ്പസ്തോലന്മാർ അതിനുശേഷമുള്ള നമ്മൾ ഇന്ന് പറയുന്ന പിതാക്കന്മാരോട് സംസാരിച്ചു. അതിൽ വളരെ ശ്രേഷ്ഠരായിട്ടുള്ളവരാണ് ഇതെല്ലാം. അതിനെ കാണാതെ വിശ്വസിക്കുകയും ആ പാരമ്പര്യത്തെ വളരെ മനോഹരമായി അതിനെ അവർ പരിഗണിച്ച് അതിലൂടെ ജീവിച്ചു. അതാണ് പിതാക്കന്മാർ.
പിന്നെ അടുത്തത് അവിടുത്തെ സഹായമുള്ള പരിശുദ്ധാത്മാവിൻ്റെ സഹായമുള്ള സഭയുടെ പ്രബോധന അധികാരത്തിൽ. അപ്പോൾ ഈ പ്രബോധന അധികാരം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലുള്ളതാണ്. അല്ലാതെ ഒരാൾക്കും അത് പ്രബോധിപ്പിക്കാനായിട്ട് ഒരു കരുത്ത് കിട്ടില്ല കേട്ടോ. പത്രോസിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അവൻ 11 പേരോടൊപ്പം പത്രോസ് എഴുന്നേറ്റ് നിന്നു എന്നാണ് പറയുന്നത്. പീറ്റർ സ്റ്റുഡ് അപ്പ്. പീറ്റർ സ്റ്റുഡ് അപ്പ് എന്നതൊരു ഫ്രേസാണ്. പീറ്റർ സ്റ്റുഡ് അപ്പ് എന്ത് അധികാരത്തിലാണ്? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പീറ്റർ സ്റ്റുഡ് അപ്പ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാലുള്ള ആ സഹായം അതിന് നമ്മൾ മാർപ്പാപ്പ ഒരു പ്രബോധനം നൽകുമ്പോൾ നമുക്ക് കാണാം. ആ പ്രബോധന അധികാരം മാർപ്പാപ്പയുടെ അധരത്തിലൂടെ വരുന്ന ശബ്ദത്തിൽ നമുക്ക് മനസ്സിലാകും പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രസരണം. അടുത്തത് പരിശുദ്ധാത്മാവ് നമ്മെ വാക്കുകളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ക്രിസ്തുവുമായുള്ള ഐക്യത്തിലേക്ക് കൊണ്ടുവരുന്ന കൗദാശിക ആരാധനയിൽ. അതാണ് എല്ലാ ആരാധനയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. എല്ലാ ആരാധനയിലും പരിശുദ്ധാത്മാവ് നമ്മെ വാക്കുകളിലൂടെയും പ്രതീകങ്ങളിലൂടെയും. പ്രതീകങ്ങൾ ആരാധനക്രമത്തിലാണ് നിരവധി പ്രതീകങ്ങൾ ക്രിസ്തുവുമായുള്ള ഐക്യത്തിലേക്ക് കൊണ്ടുവരുന്ന കൗദാശികമായ ആരാധന. കൗദാശികമായ ആരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് വിശുദ്ധ കുർബാന. കൗദാശികമായ ആരാധനയാണത്. അതിൽ പ്രവർത്തിക്കുന്നത് അത് പഴയ നിയമത്തിലെ ഒരു ആരാധനയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ അതിൻ്റെ സൂചനകൾ ഒരു ടിപ്പോളജിക്കലായിട്ട് ഉണ്ട്. ടിപ്പോളജി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൂചനകൾ പഴയ നിയമത്തിൽ ഒരുപാടുണ്ട്, അവിടെ ഒളിച്ചു വച്ചിട്ടുണ്ട്. എന്നാൽ അത് യഥാർത്ഥമായി ആരാധനയാവുന്നത് ഈശോയുടെ പീഡാസഹനവും മരണവും കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് സഭയെ നയിക്കാൻ തുടങ്ങിയപ്പോഴാണ്. പിന്നെ അടുത്തത് അവിടെ നിന്ന് നമുക്കായി മധ്യസ്ഥ വഹിക്കുന്ന പ്രാർത്ഥന. കണ്ടു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ പലർക്കും അതെന്തി പറയണത്? പരിശുദ്ധാത്മാവ് ദൈവമല്ലേ? പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയല്ലേ ചെയ്തത്? ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രബോധന മുതലേ നമ്മൾക്കറിയാവുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയെക്കുറിച്ചും പരിശുദ്ധ പിതാവ് പറഞ്ഞത് പ്രാർത്ഥന മനുഷ്യൻ്റെ പ്രാണവായുവാണ്. ഇറ്റ്സ് ലൈക്ക് എ ഓക്സിജൻ എന്ന് പറഞ്ഞിട്ട് അതിലുടനീളം പറയുന്നത് പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥനയുടെ ഗുരു. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ ഈശോ നമ്മളിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പസ്തോലികവും പ്രേക്ഷിത വൃത്തിപരവുമായ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ. കണ്ടോ, പ്രേക്ഷിത വൃത്തിപരം. അപ്പോൾ അപ്പസ്തോലികവും പ്രേക്ഷിത പ്രവൃത്തിപരവുമായ ജീവിതത്തിൻ്റെ അടയാളങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണും. ഇനി അടുത്തത് അവസാനം വിശുദ്ധരുടെ സാക്ഷ്യങ്ങളിൽ. ഈ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധി ഏറ്റവും കൂടുതൽ ലഭിച്ച അനേകം വിശുദ്ധർ. അപ്പോൾ എന്താണ്? എല്ലാ വിശുദ്ധരും ഒരു കാലത്ത് പാപികളായിരുന്നു എന്ന പോലെ നമ്മളിപ്പോൾ പാപികളാണ്. പക്ഷേ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ വിശുദ്ധരാകും എന്നുള്ള പൂർണ്ണമായ ഒരു വിശ്വാസം നമുക്ക് വേണം. എങ്കിലും നമ്മളിപ്പോൾ പാപം ചെയ്തു പോകാനിടയുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കും, വിഷമിക്കേണ്ട, ഇതെല്ലാം ഞാനെടുത്ത് മാറ്റും, നിന്നെ ഞാൻ വിശുദ്ധീകരിക്കും, നിന്നെ ഞാൻ നീതീകരിക്കും, നിന്നെ ഞാൻ ശക്തീകരിക്കും, നിന്നെ ഞാൻ മഹത്വീകരിക്കും. ഈ 4 കാര്യങ്ങളാണ്: വിശുദ്ധീകരണം, നീതീകരണം, ശക്തീകരണം, മഹത്വീകരണം. ഇത് 4 പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ചെയ്തു, ഇത് നടക്കും എന്ന് കൃത്യമായിട്ട് അറിയുന്നത് ഈ വിശുദ്ധന്മാരുടെ സാക്ഷ്യത്തിലൂടെയാണ്. അനേകം വിശുദ്ധർ അവരുടെ ജീവിത സാക്ഷ്യം, അവരുടെ മരണശേഷം ഉണ്ടായ സാക്ഷ്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. വിശുദ്ധരുടെ സാക്ഷ്യത്തിൽ അവിടുന്ന് തൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തുന്നു. രക്ഷാകര കർമ്മം തുടരുകയും ചെയ്യുന്ന വിശുദ്ധരുടെ സാക്ഷ്യത്തിൽ. പ്രൈസ് ദ ലോർഡ്. നമ്മളിവിടെ നിർത്തിയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ പരിശുദ്ധ വചനത്തെ ആരാധിക്കുന്നതും പരിശുദ്ധ വചനത്തെ ശുശ്രൂഷിക്കുന്നതും ഇന്ന് ആരംഭിച്ചു. അവസാനം ചെന്നെത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ശുശ്രൂഷിക്കുന്നതിലാണ്. അപ്പോൾ നമ്മൾക്ക് ആ ബോധ്യത്തോടെ
ഇതെല്ലാം നമുക്ക് സഭയിൽ കിട്ടിയിരിക്കുന്നു.